Hi everyone, welcome to another session of forensic photography. So ഇന്നലെ നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ക്രൈം സീൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഓരോ ക്രൈം സീനും അതിൻ്റേതായ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മർഡറിൻ്റെ ക്രൈം സീനിൽ പോവുകയാണെങ്കിലും, അതുപോലെ സെക്ഷൽ അസോൾട്ടിൻ്റെ ക്രൈം സീൻ പോവുകയാണെങ്കിലും, ബഗ്ലറിയുടെ ക്രൈം സീൻ പോവുകയാണെങ്കിലും ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ദെയർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്. സോ അപ്പോൾ നമ്മളെങ്ങനെയാണ് ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത്? അതിൻ്റെതായ ടൈപ്പ് വ്യത്യാസങ്ങളുണ്ടായിരിക്കും, ഫോട്ടോഗ്രാഫ്സിൻ്റെ ടൈപ്പ് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സോ ഇൻവെസ്റ്റിഗേറ്റർ ഏത് ക്രൈം സീനാണോ വേണ്ടത് ആ ക്രൈം സീൻ അനുസരിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ ക്രൈം സീനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, സ്പെസിഫിക് ക്രൈംസ്. സോ ഈച്ച് crime has its unique characteristic and its own particular feature, and the type of photography required at each crime will determine by those features. So in case of homicide, let's see first. സോ ഹോമിസൈഡിൻ്റെ കേസിലാണെങ്കിൽ മർഡർ എന്ന് പറയുന്നത് ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ളൊരു ക്രൈം എന്നാണ് പറയപ്പെടുന്നത്. സോ അതിൽ ഹീനിയസ് ആയിട്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരുപാട് പ്രയോർ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടായിരിക്കും. ഒരു ക്രൈമിന് മുന്നേ എന്താ പറയുക വയലൻസ് നടന്നിട്ടുണ്ടായിരിക്കും. സോ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എന്തെങ്കിലും പ്രയോറായിട്ട് മർഡറിന് മുന്നേ പ്രയോറായിട്ട് നടന്നിട്ടുള്ള ആക്ടിവിറ്റീസിനെ കാണിക്കുന്ന എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എവിഡൻസുകളെല്ലാം നമ്മൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രഗിൾ നടന്നതിൻ്റെ എന്തെങ്കിലും എവിഡൻസുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇപ്പോൾ എൻട്രി ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഡോർ റെക്കോർഡുള്ള എൻട്രി ആണെന്നുണ്ടെങ്കിൽ ആ എൻട്രിക്ക് എന്താ പറയുക, ഒരു ഇൻഡോർ സീനാണ് ക്രൈം സീൻ, റൂമിൻ്റെ അകത്താണ് നടന്നതെന്ന് വിചാരിക്കുക ക്രൈം. സോ അറ്റ് ദാറ്റ് ടൈം നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഡോറ് ഇപ്പോൾ തല്ലി പൊളിച്ചിട്ടാണോ കയറിയേക്കുന്നത്, ഡോറ് അല്ലെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഡോർ തന്നെയാണോ, അപ്പോൾ എൻട്രി വേറെ ഏത് വഴിക്കാണ് എൻട്രി, അപ്പോൾ അങ്ങനത്തെ കുറേ സംശയങ്ങൾ ഉണ്ടായിരിക്കും. സോ എൻട്രി പോയിന്റ് നമ്മൾ ക്രൈം സീനിൽ ഫോട്ടോ എടുത്ത് വെക്കണം. ദെൻ ഓരോ പൊസിഷൻസ്, ഇപ്പോൾ എങ്ങനെയാണ് ഡെഡ് ബോഡി കിടക്കുന്നത്, ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം. അതേപോലെ തന്നെ വിറ്റ്നസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വിറ്റ്നസ് ഇപ്പോൾ പറയാണ്, ഈ ഒരു പോയിന്റിൽ കൂടെയാണ് ഞാൻ ആളെ എൻ്റർ ചെയ്യുന്നത്, കണ്ടു, ഐ സോ ദാറ്റ് ദിസ് കൾപ്രിറ്റ് he had entered through this area, or he was doing that time this thing, like that. Witness is telling something. You have to focus on that particular area for taking photography also. Then ഓട്ടോപ്സിൻ്റെ സമയത്ത്, ഹോമിസൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് പോകും. സോ ഓട്ടോപ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമുക്ക് എടുക്കണം. സോ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ പെത്തോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, ദാറ്റ് പേഴ്സൺ ഹു ഈസ് അറ്റൻഡിങ് ദ ഓട്ടോപ്സി, യു ഹാവ് ടു എൻക്വയർ വിത്ത് ഹിം ആൻഡ് യു ഹാവ് ടു ടേക്ക് ദി അനാറ്റമിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് ഇൻഫോർമേഷൻ, ടേക്ക് ഫോട്ടോഗ്രാഫ് ഓഫ് ദ തിങ്സ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹോമിസൈഡിൻ്റെ ടൈമിൽ ഫോട്ടോഗ്രാഫ് എടുക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഹോമിസൈഡ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് സൂയിസൈഡ്. സോ ഫസ്റ്റ് വൺ ഹോമിസൈഡ് പറഞ്ഞു, എന്തൊക്കെയാണ് സ്ട്രഗിൾസ് നടന്നത്, എൻട്രി പോയിന്റ് എവിടെയാണ്, എക്സിറ്റ് എവിടെയാണ്, എവിഡൻസുകൾ എങ്ങനെയാണ്, ഡെഡ് ബോഡി എങ്ങനെയാണ്, ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ ഓട്ടോപ്സി, അതെല്ലാം ഫോട്ടോഗ്രാഫ് ചെയ്യണം. അടുത്തതാണ് സൂയിസൈഡ് ഓർ അതർ ഡെഡ് ബോഡി കോൾസ്. സോ ഈ സൂയിസൈഡ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ or any other disease for that matter, and there is some doubt as to the circumstance of the death, നമുക്ക് ഡെത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് ആണ് എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണോ സൂയിസൈഡ് കേസ് അറ്റൻഡ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഹോമിസൈഡ് കേസ് അറ്റൻഡ് ചെയ്തത് അതേപോലെ തന്നെ സൂയിസൈഡ് കേസും അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഇഫ് ദ സൂയിസൈഡ് ഷുഡ് ടേൺ ഔട്ട് ടു ബി എ മർഡർ, യു ഹാവ് കവേർഡ് ഇറ്റ് ഫുള്ളി. നമുക്കറിയില്ല, സൂയിസൈഡ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഹോമിസൈഡ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. സോ ഹൗ വി അറ്റൻഡ് ദി ഹോമിസൈഡ് കേസ് അതേപോലെ തന്നെയാണ് സൂയിസൈഡ്. അതായത് ഡെഡ് ബോഡി ഇപ്പോൾ ഹാങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പൊസിഷൻസ്, നെക്കിൽ എന്തെങ്കിലും സ്ട്രയേഷൻസ് ഉണ്ടെങ്കിൽ അത്, ലിഗേച്ചർ മാർക്സ് and body injuries, everything should be covered fully, so that there will be no doubt in further investigation. So
ഇഞ്ചുറീസും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കവർ ചെയ്തിരിക്കണം സൂയിസൈഡിൻ്റെ കേസിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് burglaries. So, burglary in the case, like photographs of residential or commercial burglaries, whatever it is, you have to take the photograph of exterior of building, then point of entry, then entrance into scene, then interior views. Then you have to take the area from which valuable articles were removed. ഇപ്പോൾ ഒരു like അൽമേര ആണെങ്കിൽ you have to take the photos of that one. If it is open or if it is closed, you have to take that. If and then damage to locks, safe doors, tool marks, etc. And ഇപ്പോൾ ഡോറ് ലോക്ക് ഹാമർ വെച്ചിട്ട് അടിച്ചിട്ട് തുറന്നതാണെന്നുണ്ടെങ്കിൽ you have to take the photograph. Then you will know about whether like using which tool they open the door, like that things. And next is articles or tools left at the scene by the suspect. So എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൂൾസ് യൂസ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസോ സസ്പെക്ട് കൾപ്രിറ്റ് അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ you have to photograph that one. Then other trace evidences like fingerprints, then footprints, tire marks, or hairs or cloth material, something like that. Then other physical evidences. So ഇത്രയും കാര്യങ്ങൾ ഫോട്ടോസ് എടുക്കണം. മെയിനായിട്ട് കംപ്ലീറ്റ് you have to cover the whole crime scene, but you have to focus more on these things like exterior of building, point of entry, entrance into scene, interior views, area from which valuable articles were removed, then damage to locks, safe doors, tool marks, then articles or tools left at the crime scene by the suspect, then trace evidence and other physical evidences. So these are the things to be photographed, whether it is a residential or commercial burglaries. Then next is assaults or injuries. So assault in the case, assault and other injury crimes firstly require a general overall photograph of the victim prior to detailed photographs of injury. So victims ഇപ്പോൾ അസാൾട്ടിൻ്റെ കേസിലാണെങ്കിലും ഇഞ്ചുറീസ് എന്തെങ്കിലും ഉള്ള കേസിലാണെങ്കിലും വിക്ടിംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓവറോൾ ഫോട്ടോഗ്രാഫ് എടുക്കണം. അതുപോലെ തന്നെ you have to take the injuries also. Total photograph എടുക്കണം, അതുപോലെ തന്നെ ഇഞ്ചുറീസിൻ്റെ ഫോട്ടോഗ്രാഫും എടുക്കണം. And first thing is that, and next is an assault victim can be photographed like a mini crime scene with general photographs, mid-range photographs and close-up photographs. So total a victim in the close-up photo, അതുപോലെ തന്നെ wide range, mid-range എല്ലാ ഫോട്ടോസും എടുക്കണം. Then when photographing the bruises, bite marks and other injuries, close-up use a scale to show the size of the injuries. So എപ്പോഴും ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് എവിഡൻസ് ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഒരു ഇഞ്ചുറി ലൈക്ക് you have to keep an scale or measurement tape for getting the actual size. So injury കേസിൽ മെയിൻ ആയിട്ട് you have to keep that tool mark that measurement tape, because you should know the size of that injury in order to know which weapon they are used. Then photograph at 90 degrees to the injuries to avoid distortions, and use a small aperture especially on curved surface such as an arm or finger to increase depth of field and so ensure the entire injury image is sharp. സോ അങ്ങനെയാണ് അസോൾട്ട് അല്ലെങ്കിൽ ഇഞ്ചുറീസിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രേസ് എവിഡൻസ്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം നമുക്ക് ഷൂ ആൻഡ് ടയർ ഇംപ്രഷൻ പറയാം. സോ ഇൻ ബോത്ത് കേസസ് യു ഹാവ് ടു കീപ് എ സ്കെയിൽ. ഇവിടെ സ്കെയിലിൻ്റെ പിക്ചർ ഇല്ല, ബട്ട് യു ഷുഡ് നോ ദാറ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത്. ആൻഡ് ജനറൽ ക്രൈം സീൻ ഫോട്ടോഗ്രാഫിൻ്റെ അതേ സെയിം പ്രിൻസിപ്പിൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓവറോൾ ആയിട്ടുള്ള ക്രൈം സീൻ യു ഹാവ് ടു ടേക്ക് വിത്ത് ദ ഫോട്ടോഗ്രാഫ് ഷോയിങ് ദി സീൻ ഓഫ് ദി ഇംപ്രഷൻ. അതിൽ ടോട്ടൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഈ ഇംപ്രഷനും അതിൽ ഉണ്ടായിരിക്കണം. ആൻഡ് മിഡ് റേഞ്ച് ഫോട്ടോഗ്രാഫ് എടുക്കണം, അതുപോലെ തന്നെ ക്ലോസപ്പ് ഫോട്ടോ എടുക്കണം. Then of course you have to include the scale also, and you have to keep the labeling also, like the date,
location and initials. This is in order to find out the person who took the photograph. So photograph ആരാ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഏത് ഡേറ്റിലാണ് ഏത് ലൊക്കേഷനിലാണ് എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടും you have to keep this marker. And ഒബ്ലിക് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒബ്ലിക് ലൈറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഫോട്ടോഗ്രാഫ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഷൂ ഇംപ്രഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഫോട്ടോഗ്രാഫിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് പിക്ചർ കിട്ടും. പക്ഷെ ഒരു ടയർ ഇംപ്രഷൻ ആണെങ്കിൽ നമുക്കൊരു ഹാഫ് പിക്ചർ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. സോ യു ഹാവ് ടു ടേക്ക് ദം you have to take multiple pictures of this one, and you can overlap this, and you can join if necessary, and then you can find out which tire is that one. So this is about shoe and tire impression. Scale വെക്കണം മെയിൻ ആയിട്ട്. ക്ലോസ് അപ്പ് ഫോട്ടോ, മിഡ് റേഞ്ച് ഫോട്ടോ, then date, location and initial. You can use oblique light if needed. ആൻഡ് ഈ ടയർ പ്രിന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ഫോട്ടോസ് എടുക്കേണ്ടതായിട്ട് വരും, ഒറ്റ ഫ്രെയിമിൽ കിട്ടിയെന്ന് വരില്ല. Then blood splash patterns, അത് blood stain analysisന് വേണ്ടിയിട്ട്. So photographs of blood splash patterns, whether they may be on floor or vertical surface such as a wall or even overhead on a ceiling, must be photographed with the film plane parallel to the surface bearing the stain, and a scale must be included on the same plane as the surface. So നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, സ്കെയിൽ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ you should take like whether it is on floor, whether it is on ceiling, you have to take the photograph and using a film plane parallel to the surface bearing the stain. ഏത് സർഫസിലാണോ സ്റ്റെയിൻ ഉള്ളത് അവിടെ അതിന് പാരലൽ ആയിട്ട് വേണം എടുക്കേണ്ടത്. Then use color film or digital media, because ബ്ലഡിന്റെ കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് whether it is more dark or whether it is light, like that you have to identify. For that you should use കളർ ഫിലിം യൂസ് ചെയ്തിട്ട് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഓറിയന്റേഷൻ ഫോട്ടോഗ്രാഫ്സ് ടു ഷോ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് സ്റ്റെയിൻ എവിഡൻസ് അറ്റ് ദ സീൻ. Then close-up photographs to show the detail. You have to take close-up photographs. So use a scale on the same plane as the blood stain and keep the film parallel to the plane of the blood stain, as I said earlier. Then use a oblique lighting for that one. So this is about blood pattern and specific types of fingerprint subjects ആണെങ്കിൽ you have to use like normal dusted prints ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ usually they can be photographed with no problem. And if impression in soft substance like wax, putty, clay, adhesive tapes, glaze ഒക്കെ ആണെന്നുണ്ടെങ്കിൽ use cross lightning at an oblique angle and preview with flashlight lightning. ഇനി അത് porous സർഫസിലാണെന്നുണ്ടെങ്കിൽ may need to use like close to 90-degree and lightning angle and purview with flashlight lightning and glass. If it is glass and mirrors, like glass, place white card on or cloth behind the glass. നമ്മൾ ഗ്ലാസിന്റെ കേസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോട്ടോ ലൈക്ക് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ യു ക്യാൻ കീപ് എ ലൈക്ക് വൈറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ വെച്ചിട്ട് ഒബ്ലിക് ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. സോ ഫിംഗർ പ്രിന്റിന്റെ കേസിൽ നോർമൽ ഡസ്റ്റഡ് പ്രിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് പ്രിന്റ് എടുക്കാം. പക്ഷേ സോഫ്റ്റ് സബ്സ്റ്റൻസിലാണെങ്കിൽ ലൈക്ക് വാക്സോ പുട്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലൈറ്റ്നിങ് യൂസ് ചെയ്യണം. പോറസ് സർഫസിലാണെങ്കിൽ 90-degree ലൈറ്റ്നിങ് ആംഗിൾ വെച്ചിട്ട് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് വേണം എടുക്കണമെങ്കിൽ. ഗ്ലാസ്സിലോ മിററിലോ ആണെങ്കിൽ ക്ലോത്ത് ബിഹൈൻഡിൽ ഇപ്പോൾ പിറകിൽ ക്ലോത്ത് വെച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. ഒരു ഫോട്ടോ ഇപ്പൊ നോർമൽ ലൈറ്റ് ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആണ് കിട്ടുള്ളൂ ഒരു ഫിംഗർ പ്രിന്റിന്റെ. നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഫിംഗർ പ്രിന്റ് ഉണ്ട്, പക്ഷെ ക്ലിയർ ആയിരിക്കത്തില്ല. സോ ഇങ്ങനത്തെ ഫോട്ടോയില് ഫിംഗർ പ്രിന്റിന്റെ ഫോട്ടോഗ്രാഫ് ആഫ്റ്റർ പോളിസൈനോ UV 1 stage കെമിക്കൽ സ്റ്റെയിനിങ് പ്രോസസ് ഇത് വെച്ചിട്ട്
പോളിസൈനും UV1 സ്റ്റേജ് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ സെയിം പിക്ചറിന് നമുക്ക് ക്ലിയർ ആയിട്ട് ഫിംഗർ പ്രിന്റ് അതിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇതിൽ നോർമൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇതിൽ ഫിംഗർ പ്രിന്റ് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ്. ഇത് നോർമൽ ലൈറ്റിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഫോട്ടോഗ്രാഫ് ബൈ ഇമേജിംഗ് വർക്ക് സ്റ്റേഷൻ നമുക്ക് ഇമേജിങ് കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ റിഡ്ജസും എവിടേക്കാണ് ബൈഫോർക്കേഷൻസ് അതിൻ്റെ പാറ്റേൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. സോ ഇത് ഈ പിക്ചർ എന്ന് പറയുന്നത് യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് 3D എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ടു ഇംപ്രൂവ് ദി കോൺട്രാസ്റ്റ് ആൻഡ് റിഡ്ജ് ഡീറ്റെയിൽ ഓഫ് എ ഫിംഗർ പ്രിന്റ് ഇൻ സോഫ്റ്റ് പുട്ടി. സോ 3D കോമ്പിനേഷൻ വെച്ചിട്ട് എൻഹാൻസ് ചെയ്തിട്ടുള്ളതാണ് ഈ പിക്ചേഴ്സ്. സോ ഇതിൽ ഈച്ച് ആൻഡ് എവറി റിഡ്ജ് പാറ്റേൺ, റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്, ബൈഫോർക്കേഷൻ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ക്ലിയർ ആണ് ഇതിൽ. സോ അതാണ് ഫോട്ടോഗ്രാഫിന്റെ ഡിഫറൻസ്. നോർമൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടും അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് 3D അല്ലെങ്കിൽ UV IR ഒക്കെ വെച്ചിട്ട് എൻഹാൻസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോസ്. ക്ലിയർ ഇമേജ് നമുക്ക് എൻഹാൻസ് ചെയ്താൽ കിട്ടും. ഇതുപോലെ തന്നെ മാക്രോ ഓർ മൈക്രോ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് ഹിറ്റിന്റെ ക്ലോസപ്പ് ഹിറ്റ് ഇത് കാണാനായിട്ട് പറ്റും. സോ ഇതിൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ യു ക്യാൻ എൻഹാൻസ് ദ ഫോട്ടോ യൂസിങ് ഡിഫറെൻറ്റ് ലൈറ്റിങ്സ് ആൻഡ് ലൈക്ക് ഒബ്ലിക് ലൈറ്റിംഗ്, ഫ്ലാഷ് ലൈറ്റിംഗ്, UV IR ആൻഡ് ഓൾ. 3D ഇമേജും UV IR നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് സ്പെസിഫിക് ക്രൈം സീൻസ്. സോ ഹോമിസൈഡ്, അതുപോലെ തന്നെ സൂയിസൈഡ്, ഹോമിസൈഡിൽ ഓട്ടോപ്സി വരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കണം ഫ്രം ക്രൈം സീൻ. Suicide കേസിലും സെയിം, യു ഹാവ് ടു കവർ അപ്പ് ഓൾ ദ ഇഞ്ചുറീസ്, ഓൾ ദ എവിഡൻസ് ആൻഡ് എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ്, എവറിഥിങ്. ദെൻ ബഗ്ലറി കേസിലും സെയിം, യു ഹാവ് ടു photograph in the exterior of the building, point of entry, entrance, interior views, അതേപോലെ തന്നെ ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ലോക്ക്, സേഫ് ഡോർസ്, അതിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ഫോട്ടോഗ്രാഫ് എഴുതണം. ദെൻ അസാൾട്ട് ആൻഡ് ഇഞ്ചുറീസ് എടുക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഓവറോൾ ഫോട്ടോഗ്രാഫ് എടുക്കണം വിക്ടിമിന്റെ. അതിനുശേഷം ഇഞ്ചുറീസ് എടുക്കുക, മിഡ് റേഞ്ച്, ക്ലോസപ്പ് ആൻഡ് ജനറൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. അതുപോലെ തന്നെ 90 ഡിഗ്രീസിൽ വെച്ചിട്ടും ഇഞ്ചുറി എടുക്കണം. യു ഹാവ് ടു യൂസ് സ്കെയിൽ വൈൽ ടേക്കിംഗ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ഈച്ച് ഇഞ്ചുറി. ദെൻ ട്രേസ് എവിഡൻസിന്റെ കേസിലും ഡേറ്റ്, ലൊക്കേഷൻ, ഇനീഷ്യൽസ് അതെല്ലാം ലൈക്ക് യു ഹാവ് ടു ലേബൽ. ദെൻ യു ഷുഡ് യൂസ് സ്കെയിൽ ഫോർ ഗെറ്റിംഗ് ദ കറക്റ്റ് മെഷർമെന്റ്. Then blood spatter, you can use oblique light, then use color film. The main thing is that you have to use color film and keep a scale and keep a film parallel to the plane of the blood stain. That is the main thing. And in case of a fingerprint, you should photograph. In normal case you can take photograph with no problem, but in soft substance like wax and putty, you should use cross lighting at an oblique angle. Then preview with a flashlight. Then porous surface ആണെങ്കിൽ 90 ഡിഗ്രി ലൈറ്റിംഗ് ആംഗിൾ വെച്ചിട്ട് ക്ലോസ് ആയിട്ട് എടുക്കണം. ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യണം. ഗ്ലാസും മിറേഴ്സിലാണെങ്കിൽ ഗ്ലാസിന്റെ ബാക്കിൽ ഒരു കവർ ലൈക്ക് കാർഡ്, വൈറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നോർമൽ ലൈറ്റിന്റെയും എൻഹാൻസ്ഡ് ഫോട്ടോഗ്രാഫിയുടെയും ഡിഫറൻസുകൾ ഈ പിക്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. So this is about specific crimes in photography. So I think you understood. Next class in the meet. So we'll wind up here. Thank you.